നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഒറാങ്ങിന് സഹായം ചെയ്ത ഫൈസൽ ഷാജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെയുണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ്. ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ ഷാജി തന്നെ. ആളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കല്ലറ സ്വദേശിയാണ് ഫൈസൽ ഷാജി. എങ്ങനെ തീർച്ചയായിട്ടും ഈ ഒരു കൊലപാതകം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞ വിവരമാണ്. അതായത് ഈ ഒരു വീട്ടിൽ നിന്നും ഫോൺ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ ജയിലിൽ പോയ ഒരു വ്യക്തിയായിരുന്നു ഈ അമിത്. അപ്പോൾ അമിത് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ കൊലപാതകം നടത്താനായി വിജയകുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എങ്ങനെ ഈ കേസിൽ പുറത്തിറങ്ങി, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ആരുടെ സഹായം കിട്ടി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും അമിതിനെ പുറത്തിറക്കിയ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ, ആളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഇവർക്കായുള്ള പണം അമിതിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുവെന്ന വിവരവും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത്. ഇത് നിഷേധിച്ചതോടെ കൊല്ലാൻ തീരുമാനിച്ചു. ഹോട്ടലിൽ നിന്ന് 8 മണിയോടെ ഇറങ്ങി 12 മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു. 12 ഇടങ്ങളിൽ നിന്നും പോലീസ് പ്രതിയുടെ വിരലടയാളങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞതായി SP ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പ്രതിക്ക് വിജയകുമാറിനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു. മുൻപ് മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് വൈരാഗ്യമുണ്ടായത്. മോഷണക്കേസിൽ പ്രതിയായതോടെ ഭാര്യ ഇയാളിൽ നിന്നും അകന്നുപോയി. ഈ സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. ഇതിനിടെ ഗർഭം അലസിപ്പോയി. ഇക്കാരണങ്ങൾ കൊണ്ട് വിജയകുമാറിനോട് പ്രതി അമിതിന് വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അടക്കം വിദഗ്ധനാണ്. വിജയകുമാറിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് എത്തിയത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഭാര്യ മീരയെ ആക്രമിച്ചത് എന്നതടക്കമുള്ള കാര്യമാണ് SP കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കോട്ടയം SP ഷാഹുൽ ഹമീദിന്റെ പ്രതികരണത്തിലേക്ക് ഇടപെടൽ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ഈ അമിത്തിനെ ഉപയോഗിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംശയം നമുക്കുണ്ടോ? മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. അതുമാത്രമല്ല, മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചും യാതൊരുവിധ അറിവും പോലീസിന് ലഭ്യമായിരുന്നില്ല. അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസ് ഫയൽ ചെയ്ത് ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു. CBIക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CD ഫയൽ എത്ര വേഗം കൈമാറണമെന്ന് അന്വേഷിക്കാനാണ് വിജയകുമാർ വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ CBIക്ക് CD ഫയൽ കൈമാറി. അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിട്ടില്ല. ഈ കേസിനും പഴയ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഈ കൊലപാതകം ഒരുപക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇത്ര ഒരു കുറ്റകൃത്യം നടക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളെ കുറിച്ച് എന്താണ് പോലീസിന് പറയാനുള്ളത്? അതിനൊരു നിയന്ത്രണം ഉണ്ടാവും? ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. കാരണം യാതൊരു പരിചയമില്ലാത്ത 2 സ്ത്രീകളാണ് അമിത് ഒറാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നത്. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലും ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികളെ ആരാണ് ജാമ്യത്തിൽ എത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ അവർക്ക് കേസല്ല, അവര് എത്രയാണോ ജാമ്യ തുക അത് കോടതി ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം നിൽക്കുന്ന വ്യക്തികൾ അവർ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കിക്കണ്ട് പരിചയമുള്ളവർക്ക് വേണ്ടി മാത്രം ജാമ്യം. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു. ആ നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. ഈ തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. മർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും. തെളിവ് നശിപ്പിക്കല് പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. സാർ, ഈ മോട്ടീവ് തന്നെയാണോ അതിലേക്ക് എത്തിച്ചത്? 22-ാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ആ സൂചനകൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തു. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്. അവർ 22-നും 23-നും ഇടയിലുള്ള രാത്രി ഉറക്കമിളച്ചിരുന്ന് തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത്. അതുപോലെ
ഒരു രണ്ട് ടീമായിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് പോയിരുന്നു. ആദ്യം പെരുമ്പാവൂർക്ക് ഒരു ടീം പോയി, അവരുടെ പുറകെ തന്നെ അടുത്ത ടീം പോയി. അപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ പറ്റുന്നത്. പോലീസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വിജയകുമാറിന്റെ ലോഡ്ജിൽ വന്ന് ഇവര് കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചു. അവർ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്രാമധ്യയായിരുന്നു. ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ലോഡ്ജിൽ താമസിച്ചത്. അപ്പോൾ ലോഡ്ജിൽ ഇവര് രണ്ടുപേര് താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് അതൊരു വെരിഫിക്കേഷനും നടത്തിയിരുന്നു. ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വസ്തുവകകളൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. മോഷ്ടിച്ചതും അതിൽ നിന്ന് വിജയകുമാറിന്റെ സിം ഊരിയെടുത്തിട്ട് ബാക്കി തട്ടിപ്പുകൾ നടത്തി. പോലീസിന്റെ ഡാറ്റാബേസ് വിപുലപ്പെടുത്തുന്നുണ്ട്. ഈ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ജനമൈത്രിയുടെ പ്രവർത്തനം വിപുലമാക്കിയിട്ടുണ്ട്. ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും 1 അല്ലെങ്കിൽ 2 സ്ഥാപനത്തിന്റെ വാർഡുകൾ വിഭജിച്ചു കൊടുത്ത് ആ വാർഡുകളിൽ പരമാവധി തരത്തിലുള്ള വിവരശേഖരണം നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സുരക്ഷ കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യം കോടതിക്ക് കൈമാറും. കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അതിന്റെ ഫോറൻസിക് പരിശോധന. ഇനി പ്രതിയുമായി എവിടെയെങ്കിലും തെളിവെടുപ്പ് നടത്താനുണ്ടോ? തെളിവെടുപ്പുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതിയെ ചോദിക്കും. ആപ്ലിക്കേഷൻ ഇടുന്നു. 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുള്ള കക്ഷിയാണ്. പോലീസിന്റെ റെക്കോർഡ്സ് ഓളിന്റെ തലത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ്. അത് പരിശോധിച്ചതിൽ നിന്ന് അയാൾക്ക് വേറെ കുറ്റകൃത്യങ്ങൾ ഉള്ളതായിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഫോണിൽ CCTV കണക്റ്റഡ് ആയിരുന്നു. അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ശാസ്ത്രീയ പരിശോധന നടക്കാനിരിക്കുന്നത്. ഇയാള് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കൊല്ലുകയായിരുന്നു, അല്ലെ വിജയകുമാർ മാത്രമായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്? നമ്മുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത്. അങ്ങനെ ആയിരിക്കാം. കൂടുതൽ അന്വേഷണം നടത്തണം. മറ്റുള്ള കേസുകളിൽ ആളുകളെ ജാമ്യത്തിലെടുക്കുന്ന ഒരു ഇതുണ്ടോ, അതോ ഈ ഇത്തരം ഒരു വിഷയം മാത്രമാണ്, ഈ അമിത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്? അമിത്തിന്റെ വിഷയം മാത്രമാണ് നമുക്കിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ട്. അമിത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അമിത് ജാമ്യത്തിൽ ഇറങ്ങി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാള് ഇടുക്കി ജില്ലയിലെ മറ്റെവിടെ പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലിയായിട്ട് നിൽക്കുക. സാർ, ഈ അമിത്തിന്റെ ജാമ്യ വ്യവസ്ഥ ഉണ്ടായിരുന്നോ? അത് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അപ്പോഴേക്കും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 5.5 മാസത്തോളം റിമാൻഡിൽ കിടന്നതിനിടയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അമിത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുകൊണ്ട് വേറെ ജാമ്യ വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നു. അവര് ഒരിക്കലും ഡെലിബറേറ്റ്ലി വ്യവസ്ഥരാക്കപ്പെട്ട നിലയിലല്ല നമുക്ക് കണ്ടെത്തുന്നത്. രാത്രി കിടന്ന് ഉറങ്ങുന്ന ഇടയിൽ നടന്നൊരു കൃത്യം എന്നുള്ള നിലയ്ക്ക് വസ്ത്രം മാറി കിടന്നത് അത് സത്യമാണ്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഒരു സെക്ഷൽ അസോൾട്ടിന്റെ യാതൊരു ലക്ഷണം കുറ്റവൈരാഗ്യം കൊണ്ട് ചെയ്തൊരു കൊലമാണ്. പ്രതി പൂർണ്ണമായിട്ടും സഹകരിച്ചു. നമ്മളോട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. ഇന്നലെ തന്നെ വിക്ടോറിയയുടെ വിവരങ്ങളാണ്, എവിടെയാണ് ഫോണും DVR ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് തന്നെ റിക്കവറി നടത്താൻ സാധിച്ചു. ആൾക്ക് വിജയകുമാറിന്റെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ യാതൊരുവിധ കൂസലുമില്ല. അതേസമയം കുടുംബത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആള് തികച്ചും അപ്സെറ്റാണ്. ശേഷം ഇടുക്കിയിൽ പോയി ഉണ്ടാക്കി കാശ് ഇല്ല. അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചത്, സോഫാർ പരിശോധിച്ചതിൽ ഇല്ല. സഹോദരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് സഹോദരൻ രക്ഷപ്പെടാനുള്ള സാധ്യത പോലും അയാൾ പരിഗണിച്ചില്ലെന്നുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമുക്ക് ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ തന്നെ ആ ഹാർഡ് ഡിസ്ക്, CCTV ഹാർഡ് ഡിസ്ക് മൊബൈലും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വേറെ യാതൊരുവിധ പ്രൊഫഷണൽ രീതികളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം പരിസരത്ത് നിന്ന് തന്നെ കിട്ടി. അതുപോലെ ഫിംഗർ പ്രിന്റ് കിട്ടി. ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടെക്നിക്കൽ നോളജ്, മൊബൈൽ റിലേറ്റഡ് CCTV റിലേറ്റഡ് ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുള്ളതല്ലാതെ ആധികാരികമായിട്ടുള്ള ഒരു അറിവോ പ്രൊഫഷണലിസം ഉള്ള ആളാണ് തോന്നിയത്. ഇല്ല, അങ്ങനെ യാതൊരുവിധ അറിവും നമുക്ക്
പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. CBI സ്വതന്ത്രമായി അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അൺനാച്ചുറൽ ഡെത്ത് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ആ കേസിൽ ഇനി പോലീസിന് ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. നമ്മളുടെ കയ്യിൽ കേസ് പോയി കേസ് ഫയൽ ഉൾപ്പെടെ നമ്മൾ CBIക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം CBI ഉദ്യോഗസ്ഥരും വന്നിരുന്നു. അവർ നമ്മുടെ അടുത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു.